ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സൂപ്പറായിരിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നെയിൽ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ ജെൽ നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ടൈമിലാണ് ആദ്യമായിട്ട് നെയിൽസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളൊരു ഒരു ത്വരയില്ലേ, ആ സാധനം വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ തന്നെ പഠിച്ചെടുത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ തന്നെ പഠിച്ചു, ഞാൻ തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി. പിന്നെ 2-3 തവണ ഞാൻ അത് ട്രൈ ഔട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ശരി, നിങ്ങൾക്കും ഒരു തവണ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അത് യൂസ്ഫുൾ ആയാലോ, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കാം. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ പോയി ചെയ്യാൻ അത്യാവശ്യം നല്ല പൈസ വരും. നാട്ടിലാണെങ്കിൽ ഒരു 3000 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇവിടെയാണെങ്കിലും ഏകദേശം ഒരു $70-80 പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ച് നല്ലൊരു സ്കില്ല് പഠിച്ചെടുത്താൽ നല്ലതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ സ്കില്ല് പഠിക്കാം, അതുപോലെ എങ്ങനെ നമുക്ക് പൈസ ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പണിയായുധങ്ങൾ. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് കിട്ടും. ഈ നെയിൽ എക്സ്റ്റൻഷൻസും UV ലൈറ്റും ഈ ബഫറിങ്ങും അതുപോലെ ജെൽ നെയിൽ പോളിഷും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഈ ക്യൂട്ടിക്കൽ പുഷർ വെച്ചിട്ട് നമ്മൾ ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. പിന്നെ ഇതാണ് ക്യൂട്ടിക്കിൾ കട്ടർ. ഇത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എക്സ്ട്രാ വരുന്ന ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് നന്നായി കട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് നമ്മുടെ ഫ്ലഷായിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യാതെ ജസ്റ്റ് എക്സ്ട്രാ ക്യൂട്ടിക്കിൾസ് മാത്രം കട്ട് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബഫ് ചെയ്ത് കൊടുക്കണം നെയിൽസൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത്നെസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നെയിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായി സ്റ്റിക്കായിരിക്കണം. പിന്നെ കറക്റ്റായിട്ട് ഇതൊന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനൊരു ടൂളുണ്ട്, അത് വെച്ചിട്ടൊന്ന് ബഫ് ചെയ്താൽ ഒന്ന് നന്നായിട്ട് ബഫായിട്ട് വരും. എന്നിട്ട് ആ പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളയുക ജസ്റ്റ് ഒന്ന്. അടുത്ത നമ്മുടെ സ്റ്റെപ്പാണ് നെയിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ സ്റ്റിക്ക് ചെയ്യണം. ഇത് നെയിൽ എക്സ്റ്റൻഷൻ നമുക്ക് ചെറിയ നെയിൽസ് ഉള്ളവർക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ നെയിൽസിൽ തന്നെ ജെൽ പോളിഷ് ചെയ്യാവുന്നതാണ്. എൻ്റെ ചെറിയ നെയിൽസ് ആയതുകൊണ്ട് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ജെൽ പോളിഷ് ചെയ്യാറ്. ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിയിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോ നെയിൽസ് UV ലൈറ്റ്സിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കാക്കി എടുക്കാവുന്നതാണ്. ഈ നെയിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ നെയിൽസിൻ്റെ നമ്മുടെ എത്ര ലെങ്ത്ത് വേണം, ഏത് ഷേപ്പ് വേണം എന്നൊക്കെ അനുസരിച്ച് നമുക്കത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബഫറിങ് വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബേസ് കോട്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പം നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത ഈ നെയിൽസും ഒക്കെ ഒന്ന് ജസ്റ്റ് നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ ഒന്ന് നമ്മളിട്ടിട്ട് ഇതേപോലെ തന്നെ ഒരു 60 സെക്കൻഡ്സ് വല്ലതും UV ലൈറ്റിൽ വെക്കുക. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് ബേസ് കോട്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ജെൽ നെയിൽ പോളിഷ്. ഇത് നമ്മുടെ നോർമൽ നെയിൽ പോളിഷ് പോലെയല്ല. ഇത് നമുക്ക് വേറെ തന്നെ ജെൽ നെയിൽ പോളിഷ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. നമ്മുടെ നോർമൽ നെയിൽ പോളിഷ് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ഇട്ടിട്ട് നമ്മൾ ഓരോ ഫിംഗേഴ്സിൽ ചെയ്തിട്ട് UV ലൈറ്റിൽ വെച്ചിട്ട് ഒരു 60 സെക്കൻഡ്സ് വെച്ചിട്ട് ഓരോ ഫിംഗേഴ്സും നമ്മൾ ഡ്രൈ ചെയ്തെടുക്കണം. അല്ലാതെ നോർമലി നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റില്ല. ഈ UV ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ടോപ്പ് കോട്ട്, ഇതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ്. ടോപ്പ് കോട്ട് ചെയ്യുക. ഈ നെയിൽ പോളിഷിൻ്റെ മുകളിൽ കൂടെ ടോപ്പ് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എല്ലാ ഫിംഗേഴ്സും UV ലൈറ്റിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ UV ലൈറ്റിൽ വയ്ക്കുമ്പോൾ തനിയെ ഡ്രൈ ആയിക്കോളും, വേറെ എയർ ഡ്രൈയിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എക്സ്റ്റൻഷൻ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ നെയിൽസിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതേ സെയിം സ്റ്റെപ്സ് തന്നെ, ജസ്റ്റ് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നെയിൽ സ്റ്റിക്ക് ചെയ്യുന്ന പ്രോസസ്സ് മാത്രം സ്കിപ്പ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഗ്ലിറ്റേഴ്സും അതുപോലത്തെ തന്നെ ജെൽ പോളിഷ്, പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക്
വാങ്ങാൻ കിട്ടും. ആക്ച്വലി നെയിൽ ആർട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി എല്ലാം നമുക്കിത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലിക്വിഡ് ഇത് കിട്ടും. എന്താ, അപ്പോൾ അത് വെച്ച് നമുക്ക് വരയ്ക്കുകയൊക്കെ ചെയ്യാം. വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണ്, വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെന്താ, അപ്പം അത്രയേ ഉള്ളൂ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.